അവനെത്തിയില്ലേ? ഇല്ല സാർ, ഇതുവരെ എത്തിയില്ല. ആ ജെറി, എടാ നീ എവിടെ എത്തി? എടാ ഞാനിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണാണ്. എനിക്ക് കഷ്ടാലത്തിലാണെങ്കിൽ ഈ വഴി കൂടെ തന്നെ വരാൻ തോന്നുന്നു. എടാ ഇനി 4 മിനിറ്റേ ഉള്ളൂ ഷോ തുടങ്ങാൻ. ആ പ്രാന്തനാണ് ഇവിടെ കിടന്ന് ബേളം വെക്കുക. അയ്യോ, സാറിന് ഉദ്ദേശിച്ചല്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാ. പ്രോഗ്രാം 1 മിനിറ്റ് വൈകാൻ നിന്ന് തന്നെ നിങ്ങളെ പിരിച്ചുവിടും. സാറ് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങേരോടെ തമാശ പറയാതെ അവിടെ അടങ്ങിയിരിക്കാൻ പറയും. സാറിനോട് കോമഡി അടിക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദയവ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങും പ്ലീസ്. എടാ അതെ, പെട്ടെന്ന് പരിപാടി തുടങ്ങില്ലല്ലേ, സ്പോൺസർ സ്ഥലമുണ്ടാക്കുവേ. നീ ഓൺ എയർ സെറ്റ്. ഞാനിവിടെ ഓബി പോവാ മൊബൈലില്. അവിടുന്നോ? ആ, നീ വേഗം സെറ്റ്. ഗുഡ് മോർണിംഗ് കൊച്ചി. ഇതിപ്പോ ഹലോ FM-ൽ ഹലോ നമസ്തേ ടൈം. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബഴി ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ്. എന്ത് കുരുക്കാണെന്നല്ലേ, പലരും ഈ കുരുക്കിലൊക്കെ തന്നെയായിരിക്കും. ഹലോ ലിസണേഴ്സ്, ഞാനിപ്പോ കൊച്ചിയിലെ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അതെ ചേട്ടാ, സിഗ്നലിലെ ഇപ്പോഴും റെഡ് ലൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഹോൺ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് എന്റെ കാറ്, എന്റെ അതിന് നിങ്ങൾക്ക് എന്താ? നാട്ടുകാരുടെ റോഡ്, നാട്ടുകാരുടെ ചെവി. മാധവ്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് വിവരിച്ച് പറയാമോ? ഇവിടെ തെറ്റ് ചെയ്യുന്നവനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് കുറ്റക്കാരൻ. നമ്മളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ചെറിയ. ഞാനും ചുമ്മാ രാവിലെ കുറെ ഹോൺ അടിച്ചു. കൊച്ചിയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ട്രാഫിക് ദുരന്തത്തെ കുറിച്ച് ട്രാഫിക് പോലീസായ സാറിന് എന്താണ് സാർ പറയാനുള്ളത്? ഇവിടെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കാം. സിഗ്നലിൽ വീണാലും പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മേയറിനെ കണക്ട് ചെയ്യാം. മാധവ്, ഞാൻ കണക്ട് ചെയ്യട്ടെ? ഓക്കെ. ഹലോ ഹലോ മാഡം, ഞാൻ RJ മാധവ്. നമസ്തേ. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് പോയിന്റിലാണ്. ഇവിടെ മോശം റോഡുകൾ കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? അടുത്ത ബഡ്ജറ്റിൽ സകല റോഡുകളുടെയും നവീകരണത്തിനായി ഒരു തുക വകയിരുത്തുന്നുണ്ട്. ഹലോ നമസ്തേ എന്ന നമ്മുടെ പരിപാടിയിലൂടെ ആയിരക്കണക്കിന് ലിസണേഴ്സ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാഡം പ്ലീസ് ഒരു ഡേറ്റ് പറയൂ. അടുത്ത മാസം 20-ന് മുൻപ് അതിനൊരു തീരുമാനമുണ്ടായിരിക്കും, ഉറപ്പ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ബിഗ് താങ്ക്സ് ഫ്രം ഹലോ നമസ്തേ ടീം. വെറും 25 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയിലെ സ്കൂൾ കുട്ടികൾക്ക് അപകടം കൂടാതെ റോഡ് ക്രോസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയ പോലെ, കൊച്ചിയിലെ റോഡുകളിൽ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യാൻ മുൻകൈ എടുത്ത പോലെ ഹലോ നമസ്തേക്ക് ഒരു ബന്ധുവൽ കൂടി. ഹലോ ലിസണേഴ്സ്, ദിസ് ഈസ് ഹലോ നമസ്തേ ഇംപാക്ട്. മാധവ്, അടിപൊളിയായിരുന്ന പ്രോഗ്രാം. താങ്ക്സ് ഫോർ ഓക്കെ. ഹായ്. ഹായ്. ആ അതെ അതെ, മാധവിന്റെ ഐഡിയ ആയിരുന്നു അത്. കോൾസിന് ബഹളാടും പരിപാടിയായിരുന്നു. പുള്ളി ഉണ്ടാവത്ത് പുള്ളിയാത്തന് ഹാപ്പിയാണോ? പിന്നല്ല. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. നമ്മൾ 6 മാസം കൊണ്ട് ബ്രേക്ക് ചെയ്യണം സാർ. അടുത്ത ഫെബ്രുവരിയിൽ സാറിന് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഇപ്പൊ തന്നെ ആമനക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ സെൻസേഷണൽ ആണ് സാർ. അതെ സാർ, ഹലോ FM ഇല്ലാതെ കൊച്ചിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കും. സാർ കണ്ടോ? ആ അയ്യോ, സൂചിപ്പിക്കലല്ല സാർ. സാർ ഇന്നത്തെ ഹലോ നമസ്തേ ലിങ്ക് ഞാൻ അയച്ചുതരാം. എന്റെ പിള്ളേർ ജെറി മാധവും കൊച്ചിയെ ഇളക്കി കളഞ്ഞില്ലേ സാർ. ലോകത്തുള്ള സകല FM ഇന്ന് അവർക്ക് വിളി വരുന്നുണ്ട്, അവർ പോവില്ല. എന്താ കാരണം? ഫ്യൂച്ചർ. ആ അവരുടെ ഫ്യൂച്ചർ ഹലോ FM ആണെന്ന് അവർക്കറിയാം. ഓക്കെ സാർ, ശരി സാർ. ട്രസ്റ്റ് മീ സാർ. ദുബായിന്ന് ഇൻവെസ്റ്ററാ, നഷ്ടത്തിലാണെന്നുള്ള പതിവ് തെറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനും പതിവ് മറുപടി പറഞ്ഞു. പക്ഷെ ഞങ്ങള് പതിപോലെ പറയുമല്ലേ, ശമ്പളം തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് പറയട്ടെ. പിന്നെ ഞാൻ വിട്ടാലല്ലേ നിങ്ങൾ പോകൂ. ഇന്ന് 5-ാം തീയതിയാണ്. സാറ് സാലറി എടുക്ക്. നീ എന്നെ വിളിച്ചേ? സാറേന്നോ? ആരാണ് നിങ്ങളുടെ സാറ്? ഏട്ടനാണ് ഏട്ടൻ. ഇനി ഏട്ടാന്ന് വിളിച്ചാലേ നിനക്കൊക്കെ സാലറി ഉള്ളൂ. എന്തോ ഏട്ടാ, ഞാൻ വിളിച്ചില്ല. എനിക്കാ സാലറി കഴിഞ്ഞ മാസത്തെ 1200 കൂടി തരാൻ കേട്ടാ. ഒന്ന് പോയേ മക്കളെ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ. അച്ഛനറിയോ കാര്യം? അബൂ വാങ്ങിച്ചു പാർട്ട് പേയ്മെന്റ് ഈ മാസം. പാർട്ട് പേയ്മെന്റ് എന്ത് കഷ്ടം എന്റെ സാറേ. എടാ, ഈ 10-ാം തീയതി 10,000, അടുത്ത 20-ാം തീയതി 5,000, ബാക്കി 25-ാം തീയതി എല്ലാ മാസം പോലെ. ഇതൊക്കെ കറക്റ്റാ. പക്ഷെ പ്രസന്റ് എന്നെ മുമ്പ് എന്നോടൊന്നും പറയണം കേട്ടാ. എന്നിട്ട് പറയപ്പെടേണ്ടത് അബൂ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ MD-യാ, അല്ലാതെ തിന്നിട്ടല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറാണ് ഇപ്പൊ ഓർമ്മിപ്പിക്കണം ഓരോന്നും. നീ ഒന്ന് പോയാ ബൂ. ചായ വേണോ? ഒരു ചായ എടുത്തുണ്ടോ? എന്നിട്ടാ പഞ്ചസാര കുടിക്കാൻ പൈസ? ചായ വേണ്ട. ചെക്ക് താഴെ വീണു കണ്ട. ഒരു ശ്രദ്ധയില്ല. ഇത് പിടി.
പിടിക്കടാ. മേടിച്ചോ, വർക്കാവില്ലെന്നുള്ളൂ. ബൗൺസ് ആവും. ഓക്കെ. എനിക്കില്ലേ വേറെ എനിക്ക് മിണ്ടാണ്ട് CMന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. പുള്ളി 26-ാം തീയതി എത്തും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ അല്ല, അത് ഒന്ന് നീട്ടി വെച്ചാലോ? നീട്ടി വെക്കാനോ? CMന്റെ ഡേറ്റ് കണ്ടിട്ടല്ല, നമ്മൾ ആമനക്കുട്ടിയുടെ ഫണ്ട് റേസിംഗ് തുടങ്ങി വെച്ചത്. പുള്ളിയുടെയും കൂടി അവൈലബിലിറ്റി നോക്കണ്ടേ? സാറേ 4-5 വയസ്സുള്ള ഒരു കുട്ടി, അതിന്റെ ഹാർട്ട് സർജറി, ഈ പബ്ലിക് മുഴുവൻ നമ്മുടെ കൂടെ വന്നതാ. മാത്രമല്ല ഹലോ നമസ്തേ ഏറ്റെടുക്കുന്ന 8ാമത്തെ മിഷനായത്. അതുമല്ല ഞങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി ഞങ്ങൾക്ക് നോക്കണ്ടേ? പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങ് വിട്ടേര്. അതെ. നിങ്ങളാണോ ബോസ് അല്ലെങ്കിൽ ഞാനാണോ ബോസ്? ബോസോ? അങ്ങനെ ഒരാളുണ്ടോ ഇവിടെ? ഇല്ലേട്ടാ, സങ്കടായോ? സാറേ, ഒരു കുട്ടിയുടെ കാര്യമാണ്. മുസ്തഫയാണ് ആമനക്കുട്ടിയുടെ അച്ഛൻ. ഹലോ മാധവ് സാറേ, ഇത് ഞാനാ മുസ്തഫ. ആഹാ, മനസ്സിലായി മുസ്തഫക്ക, അറിയൂ. ഡോക്ടർ ഓപ്പറേഷന്റെ ഡേറ്റ് തന്നു, 26-ാം തീയതി. അത് സാരമില്ല, ഞാൻ ചെറിക്ക് കൊടുക്കാം. ഓ ശരി സാർ. ഹലോ, മുസ്തഫാക്ക, ജയമോഹൻ സാർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഫിക്സ് ചെയ്ത ഡേറ്റ് തന്നെ നമുക്ക് ചെക്ക് കൊടുക്കണമെന്ന്. ഫോണൊന്ന് ആമിനക്കുട്ടിക്ക് കൊടുക്കുവോ? ഇപ്പൊ കൊടുക്കാം സാർ. സ്പീക്കറിലിട്. മോളെ, ജെറിയങ്കിളാ സംസാരിക്കേ. ഹലോ അങ്കിൾ, ആമനക്കുട്ടിയാ. മോളെ പറയേ, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ ഹലോ നമസ്തേ കേട്ടായിരുന്നു. എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? എന്ത് വിഷയം ഉണ്ടെങ്കിലും അങ്കിൾമാരൊന്ന് വിളിച്ചാ മതി കേട്ടോ. ഇനിയൊന്ന് പറഞ്ഞേ. കാത്തിരിക്കാം, കേട്ടിരിക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. ഹലോ FM. മുഖ്യമന്ത്രിയോട് പോവാൻ പറ, നമ്മൾ ഫംഗ്ഷൻ 19-ന് നടത്തും. അതാണ്. ഹലോ, പ്രിയ എന്ന് പറഞ്ഞ ബേക്കറാണോ? ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അതേലോ. എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ സർ. ഭയങ്കര വില കൂടുതലാണോ? വിലയൊക്കെ എങ്ങനെയാ? ആദ്യം ഏതാ വേണ്ടേന്ന് പറയൂ, എന്നിട്ടല്ലേ വിലയൊക്കെ. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ്, വൈറ്റ് ഹെവൻ. അതെ, ഈ കേക്ക് അല്ലാണ്ട് ഉണ്ടംപുരി ഉണ്ടാവോ? ഉണ്ടംപുരി? അയ്യേ, ഒരളിഞ്ഞ കോമഡി. ഓക്കെ, ഞാനേ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴക്ക് പോണം, നമ്മുടെ ജെറിയുടെ എക്സിന്റെ കല്യാണം. അയ്യേ, ജെറി വരുന്നുണ്ടോ? കൊടുക്ക വാങ്ങിച്ചോ. ഹലോ പ്രിയ. ഒരു ചമ്മലുമില്ലല്ലോ ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ. അയ്യേ, ചമ്മലോ? എന്തിനു ചമ്മന്നത്? ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല നോട്ടിൽ എൻഡ് ചെയ്ത്. മാത്രമല്ല ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ, അതുകൊണ്ടല്ലേ കല്യാണത്തിന് വിളിച്ചേ. അതുമല്ല അന്നയും ഞാനും മാധവക്കും ഒരേപോലെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എനിക്ക് ആ പെണ്ണാട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ ബിരിയാണി അടിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ പോണു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ നിക്കുന്ന വേഷത്തിൽ തന്നെ പോവാണോ? അത് കുഴപ്പമില്ല, ഞാൻ ചെറിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകുന്നത്, അത് മാനേജ് ചെയ്തോളാം. അപ്പൊ രാത്രി ഭക്ഷണം വേണ്ട? വേണ്ട, ഇന്ന് ഞങ്ങൾ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. ആണോ? നല്ല ഫുഡല്ലേ, ഇങ്ങ വന്നേരാട്ടാ. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ. എടാ, ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റ് വാങ്ങണ്ടേ? വാ. ചായ കുടി മാത്രമല്ലോ, വേറൊന്നുമില്ലല്ലോ. വേറെ എന്തെങ്കിലും വേണോ? പച്ചവെള്ളം എടുക്കട്ടെ കുടിക്കാൻ? തന്നെത്താനെ കൂടെ കുടിച്ചാ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ല വല്ലോ വിളിക്കണം. എന്തേ? ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് തൊട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ. വൈകിട്ട് ഒരു കല്യാണത്തിന് പോണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പറഞ്ഞു കൊടുക്ക്. കൂടിയതാണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. എവിടെയാണ് കല്യാണം? എവിടെ? കുറച്ച് ദൂരെയാണ്. ഓ, ഞാൻ ഫ്രീ ആണ്. പോനെ. ഏതെന്നാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു? അല്ല, കല്യാണത്തിന് ഞാൻ ഫ്രീ ആണ്, ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അത് ശരിയാക്കാം, തൽക്കാലം താൻ പോയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ കേട്ടോ. പോകുമ്പോ ഒരുമിച്ച് പോവാം. ശരി. ഓക്കെ.
ഇത്രയും വലിയ വീട്ടിൽ പിന്നെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ. അതിന് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചാൽ പറഞ്ഞാൽ പോരാ. അവളെ തിരികെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓ ശരിയാണ്. ഡയലോഗ് അടിക്കല്ലേ. എന്നാ എന്നാ വരിക? ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. എന്റെ ഈശോയെ, ദേ അണ്ണ മധുരവെപ്പിന് സമയായി. നീ ഇങ്ങ് വന്നേ. മധുരമൊക്കെ ഇവിടെ കെട്ടിയോ നാളെ കൊടുത്തോളൂ. ഇച്ചയാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ, മെസ്സേജ് ചെയ്യില്ല, ഞാനങ്ങ് വന്നേക്കാം. ഓക്കെ. പൊട്ടിക്ക്. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ് ഹായ്. ജെറി ആൻഡ് മാധവ്. Hello. മൈ ഫ്രണ്ട്സ്. ഇതാബു, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്. ആ ഹലോ. പ്യൂൺ. എന്നാ ഓഫീസിലെ പ്യൂണാണ്. പക്ഷെ ശമ്പളം കൂടി എനിക്ക് ഇവരെക്കാളും അല്ലേ. ദേ photo. ഇനി വന്നേരെ. താങ്ക് യു. ഇപ്പൊ തന്നെ പൊട്ടിക്കാലോ. ഓ പൊട്ടിക്കാൻ പോലെ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞു. അടുത്ത ഫ്രണ്ട്സ് വരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കണ്ടേ? പിന്നല്ലാതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻ ഓഫ് ചെയ്യാൻ പറയുക ഗിഫ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പുറത്തേക്കട്ടെ. നല്ലോണം പോയി വിട്. കിട്ടും. അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ മധുരം വെപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, എടി മുട്ടുസൂചിയാണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. അതെ. ഇവര് ഹലോ എഫ്എമ്മിലെ ആർജേസാ. ജെറി, ഹലോ. മാധവ്. ഹലോ. അബു. ഹലോ. ഇതെന്റെ ഇച്ചായ ടോമി ചായ. യുഎസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹലോ എഫ് എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ഇവിടെയും ചെക്ക്. പപ്പു വന്നു. ഓ, അവര് വന്നു കേട്ടോ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു. എന്റെ കല്യാണച്ചക്കന. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? നമസ്കാരം. വന്നാട്ടെ. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കെ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ Come on. അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. No. 2.5. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പോ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റിൽ കൊടുത്താൽ എത്ര കിട്ടും? ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ. ജെറി, മാധവ്. അബു. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. Nice to meet you. എന്നിട്ട് താടിയൊന്നും കാണാനല്ല. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM-ൽ RJs. ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹലോ എഫ് എമ്മിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM-ൽ എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM-ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ എമൗണ്ട് ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ നിന്നാ. ഇതിന്റെ വില എത്രയെന്നറിയൂ? അജാ, 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിനിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ?
പറ പറ അതെ പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് അല്ല, ചെയ്യാം ബല. അല്ല നമുക്ക് പിന്നെ സംസാരിക്കാം വാ. പോയിട്ട് വരൂ പ്ലീസ് ഏതാടി പതൂര് താടി വരുന്നതിന് മുമ്പ് പോവാ